ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്ത ഉണ്ടാക്കിയെടുത്താലോ? പാത്രം ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ. ഞാൻ ഇതിനായിട്ട് 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പാസ്ത ഇട്ട് കൊടുക്കാട്ടോ. പാസ്ത എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇതിനെ ആവശ്യത്തിന് നന്നായിട്ട് വേവിച്ചെടുക്കാട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളവും പാസ്തയും സെപ്പറേറ്റ് ആക്കാവേ. ഇത് സെപ്പറേറ്റ് ആക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവേ. ഇനി പാത്രം ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. ഇനി അതിലേക്ക് വെളുത്തുള്ളി സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് അത് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാവേ. ഇനി ആ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. മുട്ട നന്നായിട്ട് മിക്സ് ആയി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാവേ. അതെല്ലാം മിക്സ് ആക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാസ്ത ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതിൻ്റെ പാലും മസാലയും ഡ്രൈ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതുപോലെ ഡ്രൈ ആയി ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആവുമേ. സെർവ് ചെയ്ത് കഴിക്കാട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണേ.